MS ലിഷോയി നിയമ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ലിഷോയി, ഏത് രീതിയിലുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോടതിയിലേക്ക് എത്തിച്ചു പ്രതിയെ? നടപടിക്രമങ്ങൾ എങ്ങനെ? തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്ന വളപ്പായ റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്ക് പ്രതിയെ എത്തിച്ചത്. അതിനുശേഷം വീണ്ടും തൃശ്ശൂരിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മാറ്റിയിരിക്കുകയാണ്. ഇനി അധികം വൈകാതെ തന്നെ അതായത് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിയ ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഈ പ്രതിയെ ഹാജരാക്കുകയാണ് ചെയ്യുക. കോടതി സമയം അവസാനിച്ചതിനാൽ ഒരുപക്ഷെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. പ്രതിക്ക് FIR-ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രതിക്ക് മേൽ കൊലക്കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് 302 വകുപ്പാണ് പ്രതിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഈ വളരെ അധികം ഒരു ക്രൂരമായ ഒരു കൊലപാതകം, അതിനോടൊപ്പം തന്നെ ഈ പ്രതി കൊല്ലണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് തന്നെ 2 കൈകളും കൊണ്ട് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു വിനോദിനെ എന്നാണ് നിലവിൽ ഈ FIR-ൽ ഉൾപ്പെടെ ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അതെല്ലാം തന്നെ ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ അതെല്ലാം തന്നെ ചേർത്തതിന് ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഈ പ്രതിയെ ഹാജരാക്കുമെന്നാണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അത്യന്തം മനസ്സ് മരവിപ്പിച്ച ആ ക്രൂരത പ്രതി തന്നെ പോലീസിനോട് വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കോടതി സമയം അല്പസമയത്തിനകം അവസാനിക്കുന്നു. മജിസ്ട്രേറ്റിന് മുന്നിലേക്കായിരിക്കും പ്രതിയെ കൊണ്ടുപോകുക. നടപടിക്രമങ്ങളൊക്കെ ഇന്നത്തെ പൂർത്തിയാക്കുകയും പ്രാഥമികമായ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം റിയ ബിബി കൂടി ചേരുന്നുണ്ട്. റിയ, ആ വീട്ടിലെ ദൃശ്യങ്ങൾ, ആ അമ്മയുടെ ഉള്ളുലയ്ക്കുന്ന ആ തേങ്ങൽ, അത് കേട്ടിരിക്കാൻ കഴിയില്ല നമുക്കാർക്കും. ഒപ്പം ഇനി എത്ര സമയം മൃതദേഹം വീട്ടിൽ വയ്ക്കുന്നുണ്ട്? വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ വീട്ടിൽ, റിയ? ഇപ്പൊ നൽകാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടി വീട്ടിൽ മഞ്ഞുമല്ലി വീട്ടിൽ ഒരു 15 മിനിറ്റ് കൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം വെക്കാം എന്നതാണ് ബന്ധുക്കളടക്കം തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വിനോദിന്. അതാണ് നമ്മളിങ്ങനെ ഇടമുറിയാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് വിനോദിനെ യാത്രയപ്പ് നൽകാൻ, വിനോദിനെ ഒരു അവസാനമായി ഒന്ന് കാണാനൊക്കെ എത്തുന്ന ദൃശ്യങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഒരു സാധാരണ വ്യക്തി എന്നതിനപ്പുറം ആളുകളോട് വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് അത്രമേൽ ഹൃദയ ബന്ധം വിനോദിനോടുണ്ട്. അതുകൊണ്ടാണ് കണ്ണീരണിഞ്ഞ് അവസാനമായി വിനോദിനെ കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ഈ വീട്ടിൽ നിന്ന് ആളുകൾ മടങ്ങുന്ന കാഴ്ച കാണുന്നത്. വിനോദിന്റെ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സുഹൃത്തുക്കൾ, സമീപത്തെ ആളുകളൊക്കെ ഒപ്പം ഇരിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയും മഞ്ഞുമല്ലി വീട്ടിൽ നിന്ന് നമ്മുടെയൊക്കെ കണ്ണിൽ നനയ്ക്കുന്നതാണ്. പുതിയ വീടാണ്, അവിടെ ഒന്ന് താമസിച്ച് കൊതി തീർന്നിട്ടുണ്ടാകില്ല വിനോദിന്. 2 മാസം പോലും ഈ വീട്ടിൽ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ബുധനാഴ്ച ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരാമെന്ന് പറഞ്ഞ് അടുത്തുള്ള സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് യാത്രയായ മനുഷ്യനാണ് ബുധനാഴ്ച ചേതനേറ്റ ശരീരമായി ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അത് ഉൾക്കൊള്ളാൻ പോലും ഇപ്പോഴും ആയിട്ടില്ല. അത് അങ്ങനെ വിങ്ങിപ്പൊട്ടിയ കണ്ണുകളുമായൊക്കെ ആളുകൾ, സുഹൃത്തുക്കളൊക്കെ യാത്രയപ്പ് നൽകി തിരികെ മടങ്ങുന്ന കാഴ്ചയാണ് ഈ വീട്ടിൽ കാണാനുള്ളത്. ഏവരുടെയും ഹൃദയം നുറുങ്ങുന്ന തരത്തിൽ വേദനാജനകമായ ഒരു കാഴ്ചയാണ്.